ഈ മാസം ഇത് മൂന്നാമത്തെ തവണയാ ഗുഹ മാറുന്നത്. ഇവിടെയെങ്കിലും തന്റെ മണ്ടത്തര പുറത്തെടുക്കരുത് പറഞ്ഞേക്കും. ഈ ഗുഹ കൊള്ളാം. വെള്ളം കിട്ടാൻ പുഴ വരെ നടക്കണം, അതാ പ്രശ്നം. ഇവിടെ ഒരു കിണറ് കുഴിച്ചാലോ? ശരുവിനെ സോപ്പിടാം. ശരു, തന്റെ അത്രയും ബുദ്ധിയും ശക്തിയുമുള്ള ഒരു കടുവയുടെ സഹായമുണ്ടെങ്കിൽ നമുക്ക് കുടിവെള്ളം ദാ ഇവിടെ കിട്ടും. താൻ ഇവിടെ ഒന്ന് കുഴിച്ചു നോക്ക്. എവിടെ? ദാ അവിടെ. ഓ, ബോറക്കെടുത്തോ? അല്ലെന്നേ, അപ്പുറത്ത്. ഓ, ചെടിയുടെ പിന്നിലല്ലേ? മണ്ടച്ചാരെ, അല്ല അല്ല അല്ലോ. താൻ തെളിച്ചു പറ. ദാ ആ തെങ്ങിന്റെ നിഴലു ചെന്ന് മുട്ടുന്ന സ്ഥലമില്ലേ, അവിടെ കുഴി. ഞാനേ പോയിട്ട് വൈകുന്നേരം വരാം. ഒന്ന് പുകഴ്ത്തി കൊടുത്താൽ ഈ തിരുമണ്ടൻ എന്തും ചെയ്തോളും. ഹാവൂ, ഉറങ്ങിപ്പോയി. മണ്ടൻ കടുവയുടെ കിണർ പണി എന്തായോ എന്തോ, ചെന്ന് നോക്കാം. പണി തീർന്നു സൂത്ര. തെങ്ങിന്റെ നിഴല് വൈകുന്നേരമായപ്പോഴേക്കും പുഴയിൽ ചെന്ന് മുട്ടി. കിട്ടി, മരുന്ന് കിട്ടി. എന്റെ വര ഈയിടെ ശകലം മങ്ങിയോന്ന് സംശയം. ഇത് വര തെളിയാനുള്ള പൊടിയോ മൂങ്ങുമൈതിരി തന്നു. എന്നിട്ടിത് തറയിലാണോ കൊണ്ടിടുന്നത്? കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണോ? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്താണോ ഇത്? എടോ, എന്താണെന്ന്? മരുന്ന് പൊടി. നടക്കുന്ന വഴിയിലാണോ മരുന്ന് കെട്ടി തൂക്കുന്നത്? ഞാൻ പോയി വരുമ്പോ ഈ പൊടിയുടെ കണ്ടാലുണ്ടല്ലോ. സൂത്രം കാണാതെ ഇത് എവിടെ വെക്കും? എന്നിട്ട് താനാ പൊടി എവിടെ കൊണ്ടുവച്ചു? കെട്ടി തൂക്കിയിട്ടില്ല, വെള്ളപ്പാത്രത്തിന്റെ ചോട്ടിലുമില്ല, ഇവിടെയും ഇല്ല. രക്ഷയില്ല. ഹമ്പടാ, സമ്മതിച്ചു. ശരിക്കും തളർന്നു, ദാഹിച്ചിട്ട് വയ്യ. അയ്യോ സൂത്ര, പൊടി ഞാൻ വെള്ളത്തിലാ കലക്കി വെച്ചത്. അമ്മേ, ഞാൻ സൂത്രനെ സഹായിക്കാൻ പോട്ടെ. സഹായിക്കാനോ? എന്ത് ജോലിക്കാ? കല്ലെറിയാന്. കല്ലെറിയാനൊന്നും നീ പോകണ്ട. സൂത്രൻ ഇഴിച്ചിട്ടാ. അല്ലെങ്കിൽ ആ സൂത്രന് വികൃതി കുറേ കൂടുതലാ. അച്ഛൻ അറിയണ്ട. കല്ലെറിയാനൊക്കെ നീ കൂടെ ചെന്നതായി അറിഞ്ഞാൽ നല്ല അടി കിട്ടും. സൂത്ര, നിന്നെ സഹായിക്കാൻ പറ്റില്ല. നിന്റെ കൂടെ കല്ലെറിയണ്ടെന്ന് അമ്മ പറഞ്ഞു. കല്ലെറിയാനോ? സൂത്ര, ഇറച്ചി ചെറുതായി മുറിച്ചു വെച്ചത് വൃത്തിയാക്കാനല്ലേ നിന്നെ ഏൽപ്പിച്ചത്? ഇറച്ചി കഷ്ണത്തിൽ ചെറിയ കല്ലുകൾ വീണ് കിടപ്പല്ലേ, അത് പെറുക്കി എറിഞ്ഞു കളയാൻ സഹായിക്കും.